അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടുവരലാണ്. രണ്ടാമത്തെ സ്നേഹം ആരോടാണ് കൊടുക്കാനുള്ളതെന്നറിയുമോ? രണ്ടാമത്തെ സ്നേഹം കൊടുക്കാനുള്ളത് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 കൂട്ടരെ സ്നേഹിച്ച സ്വർഗ്ഗമുണ്ട്. ഇവിടെ പറയുമ്പോ പുഞ്ചിരിച്ചു മരിക്കാം. 1 റബ്ബാണ്, 2 ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നമ്മൾ എവിടെ ഹബീബിനെ സ്നേഹിക്കുന്നത്? അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് 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 എന്ന് പറയുന്നുണ്ട്. ഈ സുന്നത്തിന്റെ പ്രതിഫലം എപ്പോഴാ കിട്ടുക? സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഒരു തൊപ്പിയിടുമ്പോഴാണെങ്കിലും ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ്, എൻ്റെ ഹബീബിന്റെ ചര്യയാണെന്ന് യഥാർത്ഥപരമായിട്ട് മനസ്സിൽ കരുതുമ്പോഴാണ് ആ സുന്നത്തിന്റെ കാമിലായിട്ടുള്ള അക്മലായിട്ടുള്ള പ്രതിഫല സുന്നത്ത് കിട്ടുക. ഇതെന്റെ ഹബീബ് ചെയ്തതാണെന്ന് മനസ്സിൽ കൊണ്ടുവരണം. അപ്പോഴാണ് സുന്നത്തിന്റെ ഏറ്റവും നല്ല കൂലി കിട്ടുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അവിടുത്തെ വാക്കുകൾ ഞാൻ അതിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമ്മുടെ മർമ്മപ്രധാനമായിട്ടുള്ള വാക്ക് 2 എണ്ണം പറയാനുണ്ട്. അപ്പോൾ സ്നേഹം കൊടുക്കുക റസൂലുള്ളാഹിക്ക്. ഒന്നുറക്കെ പറയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് സ്നേഹിച്ചതിന്റെ ഒരു അല്പം പോലും നമ്മൾ സ്നേഹിക്കണില്ല. നബി തങ്ങളുടെ അള്ളാന്റെ ഹബീബിനെ മറ്റുള്ള ജീവജാലങ്ങൾ സ്നേഹിച്ചതിന്റെ ഒരല്പം നമ്മൾ സ്നേഹിക്കുന്നുണ്ടില്ല. ഹബീബിന്റെ ഒട്ടകം എന്ത് സ്നേഹമാണ് അല്ലേ? ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നൊരു വാഹനമാണല്ലോ ഖസ്വ മുത്തിനൊട്ടകമല്ലോ. തോരാത്ത സങ്കടം വീഴുമ്പോ പൂമുത്തിൻ ചാരത്തീരുന്നല്ലോ ഖസ്വ വാരി പോണറുന്നല്ലോ. മുത്തിൻ വഫാത്തിന്റെ നേരത്ത് കട്ടീലിൻ ചോട്ടിൽ ഇരുന്നില്ലേ ഖസ്വ പൊട്ടി തകരുന്നില്ലേ. 1000 കൊല്ലങ്ങൾ നബിയെ സ്നേഹിച്ചാലും ഞാൻ കൂടെ എത്തില്ല ഖസ്വ നിൻ സ്നേഹമാകില്ല. ആരിലും മായാത്ത ചരിതം രചിച്ചതി സ്വർഗത്തിലും മുല്ലാമുത്തിൻ്റെ അരുകീന്ന് മാറിയില്ല. മിഅ്റാജിന് പോകുമ്പോ മെഴുനീർ തുടച്ചിട്ട് യാത്ര പറഞ്ഞില്ലേ ഖസ്വ നേത്ര മടഞ്ഞില്ലേ. മിഴി 2ഉം പൂട്ടാതെ മണിമുത്തിനെ കൂട്ടാനായി കാത്തു കിടന്നില്ലേ ഖസ്വ ഖൽബ് തകരുന്നില്ലേ. ഹബീബിന്റെ ഒട്ടകം. എന്താ ഒട്ടകത്തിന്റെ പേര്? എന്താ നിങ്ങൾ മിണ്ടാത്ത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? ഖസ്വ. അപ്പൊ കഅബയുടെ കില്ലയുടെ പേരെന്താ? അതും ഖസ്വ തന്നെ. കഅബയുടെ കില്ലയുടെ പേരെന്താ? ഖിസ്വ. നബി തങ്ങൾ ഒട്ടകത്തിന്റെ പേര് ഖസ്വ, കഅബയുടെ കില്ലയുടെ പേര് ഖിസ്വ. മാറിപ്പോണ്ട. ഇനി അവിടെ പോയിട്ട് പടച്ചോനെ എന്റെ ഖസ്വ താളക്കണമെന്ന് പറയണ്ട, കഅബയുടെ കില്ല കയറി പിടിച്ചിട്ട്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ സ്വഹാബത്ത് സ്നേഹിച്ച, മൃഗങ്ങൾ സ്നേഹിച്ച, അല്ലേ, മാൻപേട സ്നേഹിച്ച, പാമ്പ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ വിശദീകരിക്കാനുള്ള സമയമില്ല. പിന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലിൽ കടിച്ച പാമ്പിന്റെ കഥ അറിയാം. പാമ്പ് അവിടെ ഉള്ള പാമ്പല്ലല്ലോ. 2000 കാതം അകലെയുള്ള അള്ളാന്റെ ഹബീബിനെ പറ്റിയിട്ട് തൗറാത്ത് വായിക്കുന്ന ഒരു സമയത്ത് ഹബീബിനെ പറ്റി വർണ്ണിക്കുന്ന കേട്ടിട്ട് ആ നബിതങ്ങളെ കാണണമെന്ന് ആഗ്രഹം വെച്ച പാമ്പാണ്. അള്ള സാധിപ്പിച്ചു കൊടുത്ത എങ്ങനെയാണ്? സാധാരണ കഴുകന്മാര് പാമ്പിനെ കണ്ട കൊത്തി വലിക്കും. ഇതൊരു കഴുകന്റെ ചുണ്ടിന്റെ പുറത്ത് കൊത്തിയെടുത്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട് ഹിറാ ഗുഹയുടെ ചാരത്ത് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു. പാമ്പ് ഇതാര് പറഞ്ഞ്? പാമ്പ് നബിതങ്ങളോട് പറയും, നബിയെ എനിക്കിത് മനസ്സിലായി, എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലായി, ഇത് സിദ്ദീഖ് തങ്ങളുടെ കാലാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കൊത്തിയിട്ടില്ലെങ്കിൽ എനിക്കെൻ്റെ ഹബീബിനെ കാണാൻ പറ്റൂലല്ലോ. പൊരുത്തപ്പെടണം നബിയെ. കണ്ട് ഓരോ ജീവികൾ നബിതങ്ങളെ എത്ര സ്നേഹിച്ചെന്നറിയോ? അതിൻ്റെ ഒരു അല്പം പോലും നമുക്കില്ല.
അതിൻ്റെ ഒരു അല്പം പോലും നമുക്കില്ല. അള്ളാന്റെ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ് രണ്ടാമത്തതായിട്ട് കൊടുക്കാനുള്ളത്.